ഹായ് സുഹൃത്തുക്കളെ, സർവീസിലിരിക്കുന്ന അധ്യാപകർക്കായിട്ട് കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, സുപ്രീം കോടതിയുടെ പുതിയ വിധി അനുസരിച്ച് ടെറ്റ് പരീക്ഷ പാസ്സാവാതെ അടുത്ത 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ അത്തരം അധ്യാപകർ സർവീസിൽ നിന്ന് പുറത്താകും എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 2 വർഷത്തിനകം ടെറ്റ് പരീക്ഷ, കേരളത്തിലാണെങ്കിൽ കേട്ടറ്റ് പരീക്ഷയെങ്കിലും സ്കൂളിലെ അധ്യാപകരുടെ കേസിൽ കേട്ടറ്റ് പരീക്ഷ ഉറപ്പാക്കിയിരിക്കണം, അത് പാസ്സായിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അവർ നിർബന്ധിതമായിട്ടും സർവീസിൽ നിന്ന് വിരമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഈ ഒരു നിയമമൊക്കെ വരുന്നതിന് മുന്നേ, ടെറ്റ് പരീക്ഷ വേണം എന്നുള്ളത് നടപ്പാക്കുന്നതിന് മുന്നേ സർവീസിലേക്ക് ജോയിൻ ചെയ്ത അധ്യാപകരുണ്ട്. അപ്പോൾ അവരൊരു പക്ഷേ ആ സമയത്ത് ടെറ്റ് പരീക്ഷ പാസ്സായിട്ടുണ്ടാവില്ല, അതിന് മുന്നെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, അതിനുശേഷം ടെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഈ നിയമം വരുന്നതിന് മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കും കേട്ടറ്റ് നിർബന്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അടുത്ത 2 വർഷം അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഏത് ടെറ്റ് പരീക്ഷയാണോ, ഏത് സംസ്ഥാനത്താണോ അത് പാസ്സായിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. വിരമിക്കാനായിട്ട് 5 വർഷം ബാക്കിയുള്ള അധ്യാപകർ, അതായത് സർവീസിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കുന്ന അധ്യാപകരാണെങ്കിൽ അവരെ ഈ ഒരു നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ഈ ഒരു നിബന്ധന ബാധകമല്ല. പക്ഷെ അവർക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ ടെറ്റ് പരീക്ഷ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ടെറ്റ് പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സാവുക. പ്രത്യേകിച്ചും കേട്ടറ്റിന്റെ കേസിലൊക്കെ സർവീസ് ടീച്ചേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷകൾ നടത്താറുണ്ട്. അതൊക്കെ എഴുതി ഇനി ഓപ്പർച്യൂണിറ്റികളുണ്ട്, പാസ്സാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.